ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലുള്ള ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാവരും പഠിച്ചോ? ഇല്ലെങ്കിൽ അതൊന്ന് പഠിച്ചോണം. നമുക്കിനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ള 1200-ലധികം വരുന്ന ദേവസ്ഥാനങ്ങളുടെ ഭരണം 21 ദേവസ്വം ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്ന 4 ദേവസ്വം ജില്ലകളായി വിഭജിച്ച് വ്യവസ്ഥാപനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം, പത്തനംതിട്ട, ഹരിപ്പാട്, വൈക്കം എന്നിവയാണ് 4 ദേവസ്വം ജില്ലകൾ. പിന്നെ കേരള സംസ്ഥാനത്തിൻ്റെ ദക്ഷിണാർദ്ധ ഘട്ടത്തിലുള്ള 7 റവന്യൂ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളെയാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവയിലുള്ള പത്തനംതിട്ട ദേവസ്വം ജില്ല അടുത്ത കാലത്താണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മുമ്പ് വൈക്കം ജില്ലയിലായിരുന്ന മുണ്ടക്കയം ഗ്രൂപ്പ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ജില്ലകളെയും ഗ്രൂപ്പുകളെയും കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ജില്ല തിരുവനന്തപുരം ജില്ലയിലുള്ള ഗ്രൂപ്പുകൾ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, ഉള്ളൂർ, വർക്കല, കൊല്ലം. അതിലുള്ള സബ് ഗ്രൂപ്പുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് പത്തനംതിട്ട. കൊട്ടാരക്കര, പുനലൂർ, ആറന്മുള, ശബരിമല, മുണ്ടക്കയം, തിരുവല്ല. ഇത്രയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. പിന്നെ ഹരിപ്പാട് ദേവസ്വം ജില്ലയാണ്. ഹരിപ്പാട്ടുള്ളത് കരുനാഗപ്പള്ളി, മാവേലിക്കര, അമ്പലപ്പുഴ, ഹരിപ്പാട്, ചങ്ങനാശ്ശേരി. അടുത്തത് വൈക്കം. കോട്ടയം, ഏറ്റുമാനൂർ, വൈക്കം, തൃക്കാര്യൂർ, പറവൂർ. ഇത്രയാണ് വൈക്കത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് 4 ദേവസ്വം ജില്ലകളായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും ഞാനൊന്നുകൂടെ കാണിക്കാം. വിശദമായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. തിരുവനന്തപുരം, പത്തനംതിട്ട, ഹരിപ്പാട്, വൈക്കം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലുള്ള ഗ്രൂപ്പുകളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലുമുള്ള സബ്ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര. പിന്നെ തിരിച്ചും ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഗ്രൂപ്പ് വന്നിട്ട് അത് ഏത് ദേവസ്വം ജില്ലയിൽ പെടുന്നു, അങ്ങനെയും ചോദിക്കാം. ഇപ്പോൾ ആറന്മുള ഏത് ദേവസ്വം ഗ്രൂപ്പ്? പത്തനംതിട്ട. മുണ്ടക്കയം, കരുനാഗപ്പള്ളി ഏത് ഗ്രൂപ്പ്? ഹരിപ്പാട്. ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ആൻസറുകളൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് പ്രത്യേകം ചെയ്യാമേ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്. തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേര്. പടലങ്ങൾ. തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ എത്ര? 2896. താന്ത്രിക വിധിപ്രകാരം ഭൂമിയിലെ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവതകൾ ഗണപതി, ഭദ്രകാളി. ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശില്പികൾ ക്ഷേത്ര വിഗ്രഹം നിർമ്മിക്കുന്നത്? സ്ഥാപത്യശാസ്ത്രം. വിഗ്രഹങ്ങളെ 3ആയി തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരെന്ത്? അചലം, ചലം, ചലാചലം. ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് അചലബിംബങ്ങൾ. എടുത്തുമാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏത്? ചലം എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. പ്രതിഷ്ഠാവിഗ്രഹം തന്നെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പറയുന്ന പേരെന്ത്? ചലാചലം. ബിംബനിർമ്മാണത്തിന് സ്വീകാര്യമായ മരങ്ങൾ ഏതെല്ലാം? പ്ലാവ്, ചന്ദനം, ദേവദാരു, ശമി. ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഗുണമേത്? മോക്ഷം. വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണമേത്? ധാന്യാഭിവൃദ്ധി. ക്ഷേത്രവിഗ്രഹം മഞ്ഞശിലയാണെങ്കിൽ തരുന്ന ഫലമേത്? ധനവർദ്ധനവ്. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ശ്രീവല്ലഭൻ. പിൽക്കാലത്ത് ദിക്പാലകന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവനാര്? ഇന്ദ്രൻ. ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഏത്? ശ്രീകോവിൽ.
വടക്കുംനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവൻ ആര്? ശിവൻ. ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്? മഹാഭാരതം. ക്ഷേത്രവാസ്തുപുരുഷൻ്റെ പാദമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ഏതു ഭാഗമാണ്? ഗോപുരം. ആറുമുഖമുള്ള ദേവൻ? സുബ്രഹ്മണ്യൻ. ദിക്പാലകരിൽ കിഴക്കിൻ്റെ അധിപൻ ആര്? ഇന്ദ്രൻ. കുഴിക്കാട്ട് പച്ച എന്തു പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്? തന്ത്രം. മഹാദേവൻ്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിട്ടുള്ള വാദ്യോപകരണം ഠമരു. ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്നാണ്? ശിവനേത്രത്തിൽ നിന്ന്. ദേവവിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന വസ്തു? അഷ്ടബന്ധം. കേരളത്തിൽ എത്ര ദേവസ്വം ബോർഡുകൾ ഉണ്ട്? 5. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? അർജുനൻ്റെ. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്തു നിന്നെഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണുള്ളത്? അയ്യപ്പൻ്റെ. ഒരു ഡച്ച് കപ്പിത്താൻ 1740 തൻ്റെ കപ്പലിലെ മണി ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഏതാണ് പഞ്ചാക്ഷരം? ഓം നമഃശിവായ. കുചേല ദിനം ഏതു മാസത്തിലെ 30 ബുധനാഴ്ച ആചരിക്കുന്നു? ധനു. ക്ഷേത്ര രൂപകൽപ്പനയിൽ ശ്രീകോവിൽ മുതലുള്ള പഞ്ചപ്രാകാരങ്ങളുടെ പേരുകളുടെ ക്രമം? ശ്രീകോവിൽ, ബലിവട്ടം, ചുറ്റമ്പലം, വിളക്കുമാടം, പ്രദക്ഷിണവഴി, മതിൽക്കകം. വൃശ്ചിക മാസത്തിൽ വേദപരീക്ഷ നടക്കുന്ന കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത്? ശ്രീരാമൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. കാളിയൂട്ട് എന്ന ആചാരം പാലിക്കുന്ന ക്ഷേത്രം ഏത്? ശാർക്കര. നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി ആര്? വ്യാഴം. ഉത്സവബലി, വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം? മരപ്പാണി. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽപ്പെടുന്നു? ബൃഹദാരണ്യകം. ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം ഏത്? ഋഗ്വേദം. ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്നറിയപ്പെടുന്നത്? 11-ാം അധ്യായം. ഇരട്ടിയും തടിയും വിശേഷമായ വഴിപാടുകളായുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ഏത്? ചേർത്തല കാർത്യായനി ക്ഷേത്രം. എന്താണ് ഇരട്ടി? ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ പായസ വഴിപാട്. ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടായ അപ്പത്തിന് പറയുന്ന പേരെന്ത്? തടി. മഹാവിഷ്ണുവിനെ അത്ഭുത നാരായണൻ എന്ന് വാഴ്ത്തിപ്പോരുന്ന ക്ഷേത്രം ഏത്? തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ശാസ്താവിനെ ബാലകഭാവത്തിൽ ആരാധിച്ചു പോരുന്ന ക്ഷേത്രം ഏത്? കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഞാൻ വായിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.